Dear students, today we are going to discuss some additional problems on computing probability using addition theorem. നമ്മൾ അഡീഷൻ തിയറത്തിൽ രണ്ട് സിറ്റുവേഷനിലും അഡീഷൻ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ കണ്ടു കഴിഞ്ഞു. വെദർ ദി ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഓർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, ഈ രണ്ട് കേസുകളിലും വരുന്ന ഏതാനും പ്രോബ്ലംസ് ആണ് നമ്മളിനി ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് പിക്കിംഗ് എ റെഡ് കാർഡ് ഓർ ബ്ലാക്ക് കാർഡ് ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ്? നമുക്കറിയാം, ഒരു റെഡ് കാർഡോ ബ്ലാക്ക് കാർഡോ കിട്ടാനുള്ള പ്രോബബിലിറ്റി, ഒരു കാർഡ് ഡ്രോ ചെയ്യുന്നു, അത് റെഡോ ബ്ലാക്കോ ആകാനുള്ള പ്രോബബിലിറ്റി ഒന്നുകിൽ റെഡ് ആയിരിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും. നമുക്കറിയാം, ഷുവർ ഇവൻ്റ് ആണ് അത്. എങ്കിലും ആ അഡീഷൻ തിയറം ഉപയോഗിച്ച് നമ്മളതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കുക, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് കാർഡ് ഓർ ബ്ലാക്ക് കാർഡ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് കാർഡ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് കാർഡ്. എന്തുകൊണ്ടാണ്? ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ടോട്ടൽ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സാണ്. ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അത് റെഡ് ആണെങ്കിൽ ബ്ലാക്ക് കിട്ടില്ല, ബ്ലാക്ക് ആണ് കിട്ടിയതെങ്കിൽ റെഡ് കിട്ടില്ല. ഒരു കാർഡ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ടോട്ടൽ ചെയ്യുന്നു. റെഡ് കാർഡ് ഉണ്ടാവുക 26 കാർഡ്സ് ആണ് ഉണ്ടാവുക. 26 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം 52 കാർഡ്സ് ആണ് ടോട്ടൽ കാർഡ്. പ്ലസ് ബ്ലാക്ക് കാർഡും 26 ആണ് ഉണ്ടാവുക. 26 ബൈ 52 ഈക്വൽ ടു 52 ബൈ 52 ഇസ് ഈക്വൽ ടു 1. അതായത് ഷുവർ ഇവൻ്റ് ആണ്. ക്ലിയർ? Then next one, a card is drawn at random from an ordinary pack of cards. Find the probability that the card drawn is either spade or diamond. അപ്പോൾ 4 തരത്തിലുള്ള കാർഡ്സ് ഉണ്ടാവുകയെന്ന് നമുക്കറിയാം. ഒന്ന് സ്പെയ്ഡ്, മറ്റൊന്ന് ഡയമണ്ട്, മറ്റൊന്ന് ഹേർട്ട്, മറ്റൊന്ന് ക്ലബ്സ് എന്നിങ്ങനെ 4 വിഭാഗത്തിലുള്ള കാർഡാണ്. ഓരോ കാറ്റഗറിയിലും 13 കാർഡ്സാണ് ഉണ്ടാവുക. സ്പെയ്ഡോ ഡയമണ്ടോ ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പെയ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് കിട്ടില്ല, ഡയമണ്ട് കിട്ടിയാൽ സ്പെയ്ഡും കിട്ടില്ല. ഒരു കാർഡാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. സോ probability of drawing either spade or diamond is equal to sum of their individual probability. Okay, probability of drawing a spade card plus probability of drawing a diamond card means 13 by 52 plus 13 by 52 equal to 0.5. Clear? Next one, a bag contains 4 white balls, 2 black balls, 3 yellow balls and 3 red balls. What is the probability of getting a white or red ball at random in a single draw of 1? അപ്പോൾ ആ ബാഗിൽ നിന്ന് ഒരു ഡ്രോയിലൂടെ ഒരു ബോൾ മാത്രം എടുക്കുകയാണ്. അപ്പോൾ മൊത്തമുള്ള ബോളുകൾ എങ്ങനെയാണ്? വൈറ്റ് ബോൾ 4 ഉണ്ട്, ബ്ലാക്ക് ബോൾ 2 ഉണ്ട്, യെല്ലോ ബോൾസ് 3 ആണ്, റെഡ് ബോൾ 3 ആണ്. ടോട്ടൽ 12 ബോൾസ് ആണുള്ളത്. ഇതിൽ നമുക്ക് കിട്ടേണ്ടത് ഒരൊറ്റ ബോൾ എടുക്കുന്ന സമയത്ത് അത് എന്താണ്? വൈറ്റ് ഓർ റെഡ് ആകാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ വൈറ്റ് കിട്ടുകയാണെങ്കിൽ ഒറ്റ ബോളല്ലേ എടുക്കുന്നുള്ളൂ, വൈറ്റ് കിട്ടുകയാണെങ്കിൽ പിന്നീട് റെഡ് കിട്ടില്ല. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് പറയാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് ദി ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ദെൻ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ്. അപ്പോൾ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ടോട്ടൽ ചെയ്യുക. അപ്പോൾ വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഈസ് ഈക്വൽ ടു 4/12 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഈസ് ഈക്വൽ ടു 3/12. 7/12 ആണ്. മീൻസ് 0.5833 വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടോട്ടൽ ഓഫ് 7 or 11 ഇൻ എ സിംഗിൾ ത്രോ വിത്ത് 2 ഡൈസ്. അപ്പോൾ ഇവിടെ 2 ഡൈസാണ് ത്രോ ചെയ്യുന്നത്. 2 ഡൈസ് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടുന്നത് 7 or 11 ആകാനുള്ള പ്രോബബിലിറ്റിയാണ്. 7 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 11 കിട്ടില്ല. അതുപോലെ ടോട്ടൽ 11 കിട്ടിയാൽ 7 കിട്ടുകയില്ല. അപ്പോൾ ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, അപ്പോൾ 2 ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 36 ആയിരിക്കും. ഒരു ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് 6 ആണ്. അപ്പോൾ 2 ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് 6² ഈസ് ഈക്വൽ ടു 36 ആണ് വരും. അപ്പോൾ നോക്കൂ, നമുക്ക് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടുന്ന കേസ് ഏതൊക്കെയാണ്? ഒന്നുകിൽ 1ഉം 6ഉം 7 ആണ്, 2ഉം 5ഉം 3ഉം 4ഉം 4ഉം 3ഉം 5ഉം 2ഉം 6ഉം 1ഉം.
ഇങ്ങനെയാണ് 7 കിട്ടുന്ന കേസസ് ഇതാ. 11 കിട്ടുന്ന കേസസോ 5ഉം 6ഉം 6ഉം 5ഉം. അപ്പോൾ മൊത്തം 1 2 3 4 5 6 7 8 കേസ്. 36ൽ 8ആണ് നമുക്ക് ഫേവറബിൾ ഔട്ട്കമായിട്ട് വരുന്നത്. അപ്പോൾ ടോട്ടൽ 7ഓ 11ഓ വരാനുള്ള ടോട്ടൽ ഫേവറബിൾ ഔട്ട്കം 3/36 ആണ്. ഓക്കെ, ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ 7 കിട്ടാനുള്ളത് പ്ലസ് 11 കിട്ടാനുള്ളത്. ഓക്കെ, 0.222. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് പി ഓഫ് എ ഈക്വൽ ടു 0.5, പി ഓഫ് ബി ഈക്വൽ ടു 0.7, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 0.3, ഫൈൻഡ് പി ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ ഇവിടെ പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ഇവൻസ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് ആവുന്ന സമയത്ത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എയ്തർ എ ഓർ ബി, ദാറ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് എ ഓർ ബി. ഓക്കെ, means probability of A union B is equal to P of A plus P of B minus P of A intersection B ആണ്. അപ്പോൾ probability of A union B കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. P of A plus P of B minus P of A intersection B means 0.9 വരും. Okay, then next one, if P of A equal to 1/5, P of B equal to 1/4, P of A intersection B 1/10. ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ഫൈൻഡ് P of A union B. A union B equal to probability of A plus probability of B minus probability of A intersection B, 0.35. Okay, the next one, find the probability of drawing an ace or a spade from a pack of cards. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇവൻസ് എങ്ങനെയാണ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് ആണ്. എന്തുകൊണ്ടാണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എൻ എയ്സ് ഓർ സ്പെയ്ഡ് എന്ന്. അപ്പോൾ ഇവിടെ സ്പെയ്ഡ് എയ്സിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ജോയിൻറ്റ് പ്രോബബിലിറ്റി ആണ്, അല്ലെങ്കിൽ രണ്ടും വരുന്നുണ്ട്. അതായത് സ്പെയ്ഡും വരുന്നുണ്ട് എയ്സും വരുന്നുണ്ട്. അങ്ങനെ ജോയിൻ്റ് ആയിട്ട് ഒക്കറൻസ് വരുന്നത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇവിടെ അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എയ്സ് ഓർ സ്പെയ്ഡ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എയ്സ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്പെയ്ഡ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്പെയ്ഡ് എയ്സ്. അപ്പോൾ എയ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? എത്ര എയ്സ് ആണ് ഉണ്ടാവുക? 4 എയ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ 4/52 എന്ന് വരും. എത്ര സ്പെയ്ഡ് ഉണ്ടാവുക? 13 സ്പെയ്ഡാണ്. 13/52 മൈനസ് എത്ര സ്പെയ്ഡ് എയ്സ് ഉണ്ടാകും? ഒരു സ്പെയ്ഡ് എയ്സ് ഉണ്ടാകും, 1/52. ആൻസർ 4/13 വരും, 0.3077. Okay, then next one, if P of A equal to 1/13, P of B equal to 1/4, P of A union B equal to 4/13, find P of A intersection B. അപ്പോൾ ഇവിടെ ഇവൻസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, കാരണം എ ഇൻ്റർസെക്ഷൻ ബി ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. എ യൂണിയൻ ബി തന്നിട്ടുമുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ ഈ പി ഓഫ് എയും പി ഓഫ് ഇതുവരെ 2-3 പ്രോബ്ലം ചെയ്ത് പി ഓഫ് എയും പി ഓഫ് ബിയും പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും തന്നു, എന്നിട്ട് പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാണ്. ഇവിടെ പി ഓഫ് എ യൂണിയൻ ബി തന്നു, പകരം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണണം. ഓക്കെ, നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ വരും? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ഇത് അങ്ങോട്ട് പോകും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് വരും. ഓക്കെ, ആ വാല്യൂസൊക്കെ അതിൽ ചേർത്ത് കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ആൻസർ 1/52 കിട്ടും, മീൻസ് 0.0192 എന്ന് കിട്ടും. ഓക്കെ, if P of A equal to 0.4, P of B equal to 0.3, P of A union B equal to 0.6, find P of A intersection B. ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ P of A intersection B is equal to P of A plus P of B minus P of A union B എന്നാണ്. ഇത് രണ്ടും ആഡ് ചെയ്യുക, ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 0.4 പ്ലസ് 0.3 മൈനസ് 0.6. അപ്പോൾ ടോട്ടൽ ചെയ്താൽ 0.7 വരും, മൈനസ് 0.6, ആൻസർ മൈനസ് 0.1 വരും. ഓക്കെ, 0.1. ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നു എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻ്റർസെക്ഷൻ ഇല്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് ചോദിച്ചാൽ അതെന്താ? നൾ സെറ്റാണ്.
probability of A intersection B is equal to 0. Okay. രണ്ടും ഒന്നിച്ച് സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. There are 10 cards numbered 1 to 10. One card is drawn. What is the probability that the card drawn has an even number or it has a number less than 5? ഇപ്പോൾ 1 മുതൽ 10 വരെ നമ്പർ ഇട്ടിട്ടുള്ള 10 കാർഡ്സ് ആണുള്ളത്. ഓരോന്നിലും ഒന്നിൽ 1, അടുത്ത കാർഡിൽ 2, അടുത്ത കാർഡിൽ 3, അങ്ങനെ 10 കാർഡിൽ 10 വരെ നമ്പർ ഇട്ടിരിക്കുക. One card is drawn at random. Question എന്താ? What is the probability that the card drawn has an even number or it has a number less than 5? അപ്പോൾ ഒന്നുകിൽ അത് ഈവൺ നമ്പർ ആകാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ എന്താ നമ്പർ ലെസ് ദാൻ 5, 5ൽ കുറവുള്ള നമ്പർ ആകാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ 5ൽ കുറവുള്ള ഈവൺ നമ്പറും വരാമല്ലോ. അപ്പോൾ അത് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൺ നമ്പർ എന്ന് പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇറ്റ് ഇസ് പ്രോബബിലിറ്റി ദാറ്റ് ഹാസ് ആൻ ഈവൺ നമ്പർ. ഈവൺ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈവൺ നമ്പർ 2, 4, 6, 8, 10 ഇതൊക്കെ ഈവൺ നമ്പർ. അപ്പോൾ മൊത്തമുള്ള 10ൽ 5 ഈവൺ നമ്പറാണ്. അപ്പോൾ 5/10 വരാം. ഓക്കെ. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ 1 മുതൽ 4 വരെ 4/10. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും ടോട്ടൽ ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് an even number which is less than 5, 5ൽ കുറവുള്ള ഈവൺ നമ്പർ എത്രയുണ്ടാവും? 2, 4 ഉണ്ടാവും. ഇത് സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടും വരുന്നതാണ് 2/10. അത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 5, 4, 9 മൈനസ് 2, 7, 7/10, 0.7 ആണ് പ്രോബബിലിറ്റി വരിക. ക്ലിയർ? 0.7. A box contains 50 tickets, each being numbered 1 to 50. A ticket is drawn. What is the probability that the number on the ticket is divisible by 3 or 5? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാ, 3 or 5. 1 മുതൽ 50 വരെ നമ്പർ ഇട്ടിട്ടുള്ള ടിക്കറ്റുകളാണ്. അതിൽ നിന്ന് ഒരു നമ്പറാണ് ടിക്കറ്റ് ഈസ് ഡ്രോൺ, ഒരു നമ്പർ എടുക്കുകയാണ്. ആ എടുത്തിട്ടുള്ള നമ്പർ 3 കൊണ്ടോ 5 കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആകാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് സാധ്യതയുണ്ടെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി പ്ലസ് 5 കൊണ്ട് ഡിവിസിബിൾ ആകാനുള്ള പ്രോബബിലിറ്റി മൈനസ് 3ഉം 5ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിനുള്ള പ്രോബബിലിറ്റി സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ അത് ഏതൊക്കെയാവും? 3, 6, 9, 12, 48 വരെ ഇങ്ങനെയൊക്കെ ആവാം. ടോട്ടൽ 1, 6, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 വരും. അപ്പോൾ മൊത്തമുള്ള 50ൽ 16 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതോ 5, 10, 15, 20 അങ്ങനെ 10 എണ്ണം വരും. ഓക്കെ. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് നോക്കൂ. കോമൺ ആയിട്ടുള്ള 15 വരുന്നുണ്ട്. 15, 15, 30, 30, 45, 45. അപ്പോൾ 3 എണ്ണം കോമൺ ആണ്. ഇൻ്റർസെക്ഷൻ അത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 16/50 പ്ലസ് 10/50 മൈനസ് 3/50. 16, 10, 26, 23. അപ്പോൾ 23/50 ആണ് പ്രോബബിലിറ്റി. 23/50 മീൻസ് 0.46. ഓക്കെ. അതിൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എന്താ? 7 ഓർ ഡിവിസിബിൾ ബൈ 7 ഓർ 11. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ് വരിക? 1 മുതൽ 50 വരെയുള്ളതിൽ 7, 14, 21, 28, 35 ഇങ്ങനെ വരും. മൊത്തം 7 എണ്ണം വരുന്നുണ്ട് അല്ലേ. 11 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള 11, 22, 33, 44 4 എണ്ണം വരും. ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ളതുണ്ടോ? ഇല്ല. അപ്പോൾ ഇൻ്റർസെക്ഷൻ ഇല്ല. അപ്പോൾ 7/50 പ്ലസ് 4/50 മൈനസ് 0 ഈക്വൽ ടു 11/50 ഈക്വൽ ടു 0.22 വരും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എ മാനേജിംഗ് കമ്മിറ്റി ഓഫ് an electricity board formed a subcommittee of 5 persons to look into the electricity problems. The profile of 5 persons are: 1. Male, age 40. ഒരാളുടെ പ്രൊഫൈൽ ഇങ്ങനെ മെയിലാണ്, 40 years ആണ് അവരുടെ ഏജ്. മറ്റൊരാൾ മെയിലാണ്, ഏജ് 43. തേർഡ് ഫീമെയിലാണ്, ഏജ് 38. ഫോർത്ത് ഫീമെയിൽ, ഏജ് 27. And fifth male, age 65. If a chairperson has to be selected from these 5 people, what is the probability that the selected person would be either female or over 30 years? ഒന്നുകിൽ ഫീമെയിൽ അല്ലെങ്കിൽ 30 വയസ്സിൽ കൂടുതലുള്ള ആളാവാനാണ്
വരാനുള്ള പ്രോബബിലിറ്റി എന്താ എന്ന് പറഞ്ഞാൽ എന്താ 30 വയസ്സിൽ കൂടുതലുള്ള ഫീമെയിൽ വരാൻ പാടില്ല. ഒന്നുകിൽ ഫീമെയിൽ അല്ലെങ്കിൽ 30 വയസ്സിൽ കൂടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫീമെയിൽ ആകാനുള്ള പ്രോബബിലിറ്റി പ്ലസ് 30 വയസ്സിൽ കൂടുതലാകാനുള്ള പ്രോബബിലിറ്റി മൈനസ് 30 വയസ്സിൽ കൂടുതലുള്ള ഫീമെയിൽ. ഓക്കെ, probability of selecting either female or over 30 years is equal to probability of selecting female plus probability of selecting person over 30 years minus probability of selecting female with over 30 years. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫീമെയിൽ എത്രയുള്ളതെന്ന് നോക്കൂ. 1, 2, ആദ്യത്തേത് എന്തായിരുന്നു? ആദ്യത്തെ ആൾ മെയിലാണ്, അപ്പോൾ 2 ഫീമെയിലാണ് വരുന്നത്, അപ്പോൾ 2/5. ഇനി 30 ഇയേഴ്സിൽ കൂടുതലുള്ള നോക്കൂ. 1, 2, 3, ആദ്യത്തെ ആൾ 40, അപ്പോൾ 4, അപ്പോൾ 4/5 ആണ് വരിക, 4/5. ഇനി അതിൽ 30 ഇയേഴ്സിൽ കൂടുതലുള്ള ഫീമെയിൽ ഇവിടെ 38 ആണ്, ഫീമെയിലാണ്. 1 ഫീമെയിൽ. 30 ഇയേഴ്സിൽ കൂടുതലുള്ള ഫീമെയിൽ 1 ആണ്, ഇവിടെ ഇല്ല, 1 ആണ്. അപ്പോൾ അത് 1/5 സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഈക്വൽ ടു 5/5 ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഒന്നുകിൽ അത് ഫീമെയിൽ ആയിരിക്കും അല്ലെങ്കിൽ 30 വയസ്സിൽ കൂടുതലുള്ള ആളായിരിക്കും. ഇതിൽ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ ഷുവർ ഇവൻ്റാണ്. എന്തായിരിക്കും? ഒന്നുകിൽ അവർ ഫീമെയിൽ ആയിരിക്കും അല്ലെങ്കിൽ അത് 30 വയസ്സിൽ കൂടുതലുള്ള ആളെയെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. The probability that a contractor will get a plumbing contract is 2/3 and the probability that he will not get an electric contract is 5/9. If the probability of getting at least one contract is 5/4, what is the probability that he will get both the contract? അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ട എന്താ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. നോക്കൂ, ഇഫ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ പ്ലംബിംഗ് കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഇലക്ട്രിക് കോൺട്രാക്റ്റോ, രണ്ടിലേതെങ്കിലും ഒന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. പ്ലംബിംഗ് കോൺട്രാക്റ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ഇലക്ട്രിക് കോൺട്രാക്റ്റ് കിട്ടാതിരിക്കാനുള്ള 5/9 ആണെന്ന് പറഞ്ഞാൽ കിട്ടാനുള്ളത് 4/9 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് കോൺട്രാക്റ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അറിയാം, പ്ലംബിംഗ് കോൺട്രാക്റ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അറിയാം, രണ്ടിലേതെങ്കിലും ഒന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആവും. അപ്പോൾ 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ടോട്ടൽ ചെയ്ത് അതിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യുക? ഈ എ യൂണിയൻ ബി സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലെങ്കിൽ 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന്. അപ്പോൾ 2/3 പ്ലസ് ഇവിടെ 4/9 മൈനസ് 4/5. ഓക്കെ, അപ്പോൾ ആൻസർ 0.3111 എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി പ്രോബബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് Mr. X passes mathematics is 2/3. The probability that he passes statistics is 4/9. If the probability of passing at least one subject is 4/5, what is the probability that Mr. X will pass both the subject? അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ആണ് കാണേണ്ടത്. ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 തന്നിട്ടുണ്ട്, അതായത് എ യൂണിയൻ ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ദി സ്റ്റുഡൻറ്റ് വിൽ പാസ് ബോത്ത് ദി സബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു 2/3 പ്ലസ് 4/9 മൈനസ് 4/5. ഓക്കെ, 0.311 വരും. നെക്സ്റ്റ് വൺ. ദി പ്രോബബിലിറ്റി of a student passes statistics is 2/3. The probability that he passes both the statistics and accountancy test is 14/45. അതായത് ഇൻ്റർസെക്ഷൻ ആണ്. The probability that he passes at least one is 4/5 എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. What is the probability that he passes accountancy പാസ്സാകാനുള്ള ആ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി, അതിൻ്റെ മാത്രം അക്കൗണ്ടൻസിയുടെ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയാണ് കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാം? നോക്കൂ,
Student passes statistics. That P of A ആയിട്ട് എടുക്കുകയാണ് 2/3. Okay. Both statistics and accountancy A intersection B. Okay. At least one of the test probability of A union B ആയിട്ട് എടുക്കാം 4/5. അങ്ങനെയാണ് B ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ഈ P of A union B is equal to P of A plus P of B minus P of A intersection B. അപ്പോൾ A union B അറിയാം, A അറിയാം, P of A intersection B അറിയാം. ഈ B ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, B നമുക്ക് ഈ വാല്യൂസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മിസ്സിംഗ് ആയിട്ടുള്ള ഈ B കിട്ടും. B ഈക്വൽ ടു 14/45 പ്ലസ് 4/5 മൈനസ് 2/3 ഈസ് ഈക്വൽ ടു 0.444 എന്ന് കിട്ടും. ക്ലിയർ? The next one, there are 3 events A, B and C such that one of them must and only one can happen. ഒന്ന് മാത്രമേ ഒരു സമയം സംഭവിക്കൂ എന്ന് പറഞ്ഞാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് ആണെന്ന് അർത്ഥം. The odds are 7-3 against A. A സംഭവിക്കാതിരിക്കാനുള്ള ഓഡ്സ് 7-3 ആണ്. 6-4 against B. B സംഭവിക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് 6-4. ഓക്കെ, ഫൈൻഡ് ദി ഓഡ്സ് അഗെയിൻസ്റ്റ് സി. സി സംഭവിക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് ആണെന്ന് മനസ്സിലായി. ഇവയിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും സംഭവിക്കുകയാണ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓഡ്സ് അഗെയിൻസ്റ്റ് എ എന്ന് പറഞ്ഞാൽ 7-3 ആണ്. അപ്പോൾ ഇവിടെ എ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് 3/10 ആണ്. ഓക്കെ, ഇത് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ ഇൻ ഫേവർ എന്ന് പറയുമ്പോൾ 3 ആണ്. 3-7 ആണ് ഫേവർ എ. ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എ എന്ന് പറഞ്ഞാൽ 3-7 ആണ്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഫോർ ദി ഒക്കറൻസ് ഓഫ് ഇവൻറ്റ് എ ഈസ് ഈക്വൽ ടു 3/10 വരും. ഓഡ്സ് അഗെയിൻസ്റ്റ് ബി എന്ന് പറഞ്ഞാൽ 6-4 ആണ്. അപ്പോൾ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 4:6 ആണ്. 4-6 ആണ് എന്ന് പറഞ്ഞാൽ 4/10 ആണ് ബി സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറിങ് സി, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും ടോട്ടൽ ചെയ്ത് 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ സി സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി കിട്ടും. ഓക്കെ, 1 മൈനസ് 3/10 പ്ലസ് 4/10. അപ്പോൾ രണ്ടും ടോട്ടൽ ചെയ്ത് 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ 3/10. അപ്പോൾ സി സംഭവിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് 3/10. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം 3ഉം അൺഫേവറബിൾ ഔട്ട്കം ബാക്കി വരുന്ന 7ഉമാണ്. 3ഉം 7ഉം. അപ്പോൾ ഓഡ്സ് അഗെയിൻസ്റ്റ് സി എന്ന് പറഞ്ഞാൽ 7-3 എന്നാണ് വരിക. ഓക്കെ, ഓഡ്സ് ഇൻ ഫേവർ ഓഫ് സി 3:7 അല്ലെങ്കിൽ 3-7 ആണ്. അപ്പോൾ ഓഡ്സ് അഗെയിൻസ്റ്റ് സി എന്ന് പറയുമ്പോൾ 7-3 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, an investment consultant predicts that the odds against the price of a certain stock will go up during the last week are 2-1, അതായത് 2:1. And the odds in favor the price remaining the same are 1-3. What is the probability that the price of the stock will go down during the next week? Okay, അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്കിൽ പ്രൈസ് കുറയാനുള്ള സാധ്യത. അപ്പോൾ അടുത്ത ആഴ്ച പ്രൈസ് വർദ്ധിക്കാനുള്ള വിൽ ഗോ അപ്പ് ഡ്യൂറിങ് ദി നെക്സ്റ്റ് വീക്ക് 2-1 ആണ്. ഓഡ്സ് അഗെയിൻസ്റ്റ് ആണ്. അടുത്ത നെക്സ്റ്റ് വീക്കിൽ പ്രൈസ് വർദ്ധിക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഓഡ്സ് 2:1 ആണ്, അല്ലെ 2-1 ആണ്. ഓക്കെ, അതുപോലെ ദി ഓഡ്സ് ഇൻ ഫേവർ ഓഫ് പ്രൈസ് റിമൈനിങ് ദി സെയിം. പ്രൈസ് അതുപോലെ തന്നെ നിൽക്കാനുള്ള അതിന് ഫേവറായിട്ടുള്ള ഓഡ്സ് 1:3 ആണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് നെക്സ്റ്റ് വീക്കിൽ കുറയാനുള്ള പ്രോബബിലിറ്റിയാണ്. നമുക്കറിയാം ഈ 3-1 എന്തായാലും സംഭവിക്കും. നെക്സ്റ്റ് വീക്കിൽ ഒന്നുകിൽ പ്രൈസ് അതേപോലെ നിൽക്കും, അല്ലെങ്കിൽ പ്രൈസ് കൂടും, അല്ലെങ്കിൽ പ്രൈസ് കുറയും. അപ്പോൾ ഈ 3-ൽ എന്തായാലും 1 സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3ഉം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 1 കിട്ടണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ പ്രൈസ് കൂടുന്നതിനുള്ള പ്രോബബിലിറ്റി എന്താ? ഇത് ഓഡ്സ് അഗെയിൻസ്റ്റ് ഇൻക്രീസ് ഓഫ് പ്രൈസ് ആണ് 2-1 എന്ന് പറയുന്നത്. അപ്പോൾ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഇൻക്രീസിങ് ദി പ്രൈസ് ഇൻ നെക്സ്റ്റ് വീക്ക് 1-2 ആണ് വരിക. 1:2 വരും. അപ്പോൾ പ്രോബബിലിറ്റി 1/3 ആണ് വരിക. ഓക്കെ, 1/3. ഇനി വില അതേപോലെ തന്നെ നിലനിൽക്കാനുള്ള, കണ്ടിന്യൂ ചെയ്യാനുള്ള, ചേഞ്ച് ഒന്നും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓഡ്സ് ഇൻ ഫേവർ ആണ്. അപ്പോൾ 1-3 എന്ന് പറയുമ്പോൾ 1ഉം ടോട്ടൽ 4ഉം 1/4 വരും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1/3 പ്ലസ് 1/4 എന്ന് വരും. അപ്പോൾ
7/12 വരും. ഓക്കെ, ഇത് 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5/12 ഈസ് ഈക്വൽ ടു 0.4167 ആണ് പ്രോബബിലിറ്റി. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് വീക്കിൽ പ്രൈസ് കുറയാനുള്ള പ്രോബബിലിറ്റി 0.4167 ആണ്. ഓക്കെ, ഇത് രണ്ടും ടോട്ടൽ ചെയ്തിട്ട് അത് 1ൽ നിന്ന് കുറയ്ക്കുന്നു. കാരണം ഇവ മൂന്നിലേതെങ്കിലും ഒന്ന് എന്തായാലും സംഭവിക്കും. ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി എല്ലാം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടുക. അപ്പോൾ രണ്ടും ടോട്ടൽ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള 1ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ പ്രൈസ് കുറയാനുള്ള പ്രോബബിലിറ്റി കിട്ടും. ക്ലിയർ? ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.